ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് ഒരു ഈവനിങ് വ്ളോഗാണ്. ചക്കരക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്ന് വളാഞ്ചേരി പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചക്കരക്കിഴങ്ങ് പുഴുങ്ങാമെന്ന് വിചാരിക്കുന്നു. ചിക്കൻ കറി ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് രണ്ടും കൂടെ ഒരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. പിന്നെ വൈകിട്ട് സ്നാക്സ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ചായക്കൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ പൊട്ടയായി പോവും. അപ്പോൾ 2-3 ദിവസമായി കൊടുന്ന് വെച്ചിട്ട് ഇന്നെടുക്കാം നാളെ എടുക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ നീണ്ട് പോയതാട്ടോ. ഞാനിതിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചീനമുളകും ഉള്ളിയും ചമ്മന്തിയാണ് വിചാരിച്ചിരുന്നത്. ഇന്നിപ്പോൾ ചിക്കൻ കറി ഉണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ അത് കൂട്ടിയിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചക്കരക്കിഴങ്ങിൽ ഒരു 2 എണ്ണം അങ്ങോട്ട് മാറ്റി വെച്ചു, ബാക്കി എടുത്തിട്ടുള്ളൂ. അത് നമുക്ക് പിന്നെ ചമ്മന്തി കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിലത്തെ ബാക്കിയൊക്കെ കഴുകി റെഡിയാക്കിയിട്ട് വലുതാണ് കേട്ടോ. അപ്പോൾ അത് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിലിടാം. അപ്പോൾ ഞാനിങ്ങനെ നടു കഷ്ണമാക്കിയിട്ട് വലുതാണെങ്കിൽ ഒന്നും കൂടെ കുഞ്ഞ് കഷ്ണമാക്കണുണ്ട്. ഇത് എൻ്റെ അമ്മയ്ക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഈ ഒരു ചക്കരക്കിഴങ്ങ് എന്ന് പറയുന്നത് ജീവനാണ്. ചക്കരക്കിഴങ്ങും കപ്പ അങ്ങനത്തെ സാധനമൊക്കെ അമ്മയ്ക്കും അച്ഛയ്ക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തൈര് ഉടച്ചതിലേക്ക് തൈരും ഉള്ളിയും ചീനമുളകൊക്കെ ഉടച്ച അതും ഇഷ്ടമാണ്. പുളിയും മാത്രം, ചീനമുളകും പുളിയും ഉള്ളിയും മാത്രം ചമ്മന്തി അരച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ അടിപൊളിയാണ് കേട്ടോ ഈ കപ്പയിലേക്കും ചക്കരക്കിഴങ്ങിലേക്കൊക്കെ. ഞാൻ ഫസ്റ്റ് ടൈമാണ് ചിക്കൻ കറി കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഉച്ചയ്ക്കത്തെ ഒരു കുഞ്ഞൊരു മയക്കമൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നീട്ടിട്ട് വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. രാവിലെ ഒന്നിനും ഒരു മൂടുണ്ടായില്ല. ഇന്നൊരു മൂടില്ലാത്ത ദിവസം കേട്ടോ. അത് മൂട്ടിലെത്ത ദിവസം എന്ന് പറഞ്ഞാൽ പീരീഡ്സിൻ്റെ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തത്തിലൊരു ക്ഷീണവും വയ്യായികയും പെയിനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ദിവസമായതുകൊണ്ട് എനിക്ക് രാവിലെ ഒന്നും വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളൊക്കെ ഇന്ന് രാവിലെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് കിടന്നു. എന്നിട്ട് പിന്നെ വൈകിട്ട് അങ്ങോട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ കിടത്തൊക്കെ കഴിഞ്ഞ് ഞാൻ നീട്ടപ്പോൾ ഒന്ന് ഓക്കെ ആയി. അപ്പോൾ വിചാരിച്ചു എന്നാൽ ഇനിയിപ്പോൾ ഏതായാലും വീഡിയോ മുടക്കണ്ട. നമ്മൾ നാളൊരു ദിവസം 2-3 ദിവസം വീഡിയോ ഇടാഞ്ഞിട്ട് തന്നെ നമ്മുടെ വീഡിയോയ്ക്കൊക്കെ വ്യൂസൊക്കെ കുറഞ്ഞിട്ട് ആകെ കൂടെ തകിടം മറിഞ്ഞു. ഇതിപ്പോൾ ഒന്നേന്ന് മുതൽ നമ്മളിനി റെഡിയാക്കി കൊണ്ടുവരണം. അതിന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ നോക്കുമ്പോൾ അബദ്ധം പറ്റി. ഞാൻ എങ്ങനെ പോയാലും വീഡിയോ ഇടാതിരിക്കാറില്ല കേട്ടോ. എത്ര വയ്യെങ്കിലും എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അതെനിക്ക് ഒട്ടും പറ്റാത്തൊരു സമയമായതുകൊണ്ട് അങ്ങനെ ഒരു ഇത് വന്നു. അതുകൊണ്ട് എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വ്യൂസ് കുറച്ച് കുറവായിപ്പോയി. അപ്പോൾ നമ്മുടെ ചക്കരക്കിഴങ്ങൊക്കെ വേവിക്കാൻ വെച്ചിട്ട് നേരെ നമ്മുടെ ചീരക്കുട്ടന്മാർക്ക് ഇങ്ങനെ മണ്ണിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ കുറേ മേലെ പൊന്തിയിട്ട് വേര് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി ആ മുളകിൻ്റെ ഒക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചു മണ്ണിടാമെന്ന് കുറേ ദിവസമായി വിചാരിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടുന്ന് ഒരു ബക്കറ്റ് മണ്ണ് കൊണ്ടുപോയിട്ട് നമുക്ക് അതിനകത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു ബക്കറ്റ് വെള്ളം മതി. എന്താ വെച്ചാൽ അല്ല വെള്ളം എന്നാ പറയുന്നത്, മണ്ണ് മതി. എന്താ വെച്ച് കഴിഞ്ഞാൽ അധികമൊന്നുമില്ല ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, കുറേശ്ശേ ഉള്ളൂ. അപ്പോൾ ഇവിടുന്ന് ഈ കുഞ്ഞൊരു ബക്കറ്റിൽ, കുഞ്ഞു ബക്കറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല, മണ്ണിങ്ങനെ നിറച്ചിട്ട് നമുക്കത് പൊക്കുമ്പോൾ നല്ല ഭാരമുണ്ട് കേട്ടോ കാര്യമായിട്ട്. അന്നാളൊരു ദിവസം ഞാൻ വലത് കൈ കൊണ്ടാണ് പൊക്കിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ പെയിന് രണ്ടാമത് ഇളകി. ഇപ്പം ഞാൻ എന്താക്കി വെച്ചാൽ ഇടത് കൈയിൽ പൊക്കിയിട്ടാണ് കൊണ്ടുപോകുന്നത് കേട്ടോ. വേദന വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് വലിയ മടിയാണ്. രണ്ടാമത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 500-1000 രൂപയ്ക്കും ഒരു തല ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ കേട്ടോ. പിന്നെ ഞാൻ കാണിക്കുന്ന ഡോക്ടറാണെങ്കിൽ 2-3 മാസം ലീവുമാണ്. ഞാൻ ആയുർവേദമാണ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ലോണം വേദന ഉണ്ടായിരുന്നേ. അപ്പോൾ ആ ഡോക്ടർ ലീവ് ആയതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ ഇങ്ങനെ വലിയ ഭാരങ്ങളൊന്നും വലത് കൈയിൽ വെച്ചിട്ട് കൊടുക്കാറില്ല കേട്ടോ. അപ്പോൾ ഒരു ബക്കറ്റ് മണ്ണൊക്കെ എടുത്തിട്ട് ഇതാ നമ്മളിവിടെ വന്നിട്ട് ഇതിലേക്കൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അന്ന് ആ കറ്റാർവാഴ കൊടുന്നതും ഞാൻ ഇതിലേക്ക് മാറ്റി നട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിലേക്കും കൂടെ കുറച്ച് മണ്ണിൻ്റെ ഒരു കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അതിനും കൂടെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടും കൂടെ എടുത്തു കേട്ടോ. അപ്പോൾ നമ്മളെല്ലാത്തിലേക്കും ഇങ്ങനെ കൈ വെച്ചിട്ട് തന്നെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക പാകത്തിന്. 2-3 മുരട് ഇങ്ങനെ അതിനകത്ത് വെക്കുക. കാരണേ നമുക്കങ്ങനെ കൊട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് അധികം ഈ കല്ലാണ്, എന്താ പറയുക, ഈ എന്താ അതിന് പറയുമല്ലോ, ചരലാണ് കൂടുതൽ. അപ്പോൾ അത് കാരണം അതൊക്കെ മാറ്റിയിട്ടിട്ട് ഞാൻ നല്ല മണ്ണ് ഇട്ട് കൊടുക്കണമുണ്ട്. പിന്നെ അതിനകത്ത് വെറുതെ വേറെയൊക്കെ ഒരുപാട് മുളച്ച് വരില്ലേ, ചെടികളല്ലാത്ത വേറെ എന്തൊക്കെയോ. അപ്പോൾ അതൊക്കെ പറിച്ചിട്ടിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് വളം എന്താ ചെയ്യേണ്ടതെന്നോ വേറെ ഉള്ളതൊന്നും എനിക്കറിയില്ല. ഞാൻ വെറുതെ നട്ടു, മണ്ണിട്ട് കൊടുത്തു, വെള്ളം 2 നേരം ഒഴിച്ചു കൊടുക്കണു, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഒരു സ്പേസ് എനിക്ക് ഈ പച്ചക്കറി നടാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഉപകാരമായി കേട്ടോ. എന്താ വെച്ചാൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടും അതിനെ നോക്കാൻ വേണ്ടിയിട്ടൊക്കെ സുഖം. അപ്പുറത്താവുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കോഴി വന്നിട്ട് ഭയങ്കര ശല്യമാണ്. താഴെ വയ്ക്കുമ്പോൾ ഒരുപാട് കോഴി ഉണ്ട് കേട്ടോ അപ്പുറത്തി വീട്ടിലൊക്കെ. അപ്പോൾ വന്നിട്ട് ഒക്കെ കുത്തി മാന്തി ഒക്കെ തിന്ന് ഒക്കെ പോവും, പൊട്ടയായി പോവും. അത് കാരണമാണ് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുള്ളത്. താഴെയുള്ളതൊക്കെ കൊത്തിയിട്ടൊക്കെ ഒരു വിധം കേട് വന്നിട്ട് താഴെയുള്ള ഒരെണ്ണെത്തുമ്പോഴത്തെ ബാക്കിയൊക്കെ ഇങ്ങനെ മേലെ കയറ്റി വെച്ചുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. കോഴി മൊത്തം ഇവിടെയാണ്. അപ്പോൾ അത് കാരണമാണ് പാട്.
അപ്പോൾ നമുക്ക് പാകത്തിന് മണ്ണൊക്കെ ഓരോന്നിനും ഇട്ട് കൊടുത്തിട്ട് ഇനി അത് അങ്ങോട്ട് വളരുകയാണെങ്കിൽ വളരട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, നമ്മൾ നോക്കാനുള്ളത് നമ്മൾ നോക്കുക. എനിക്ക് ഇതിനകത്തേക്ക് ആധികാരികമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ എനിക്കറിയില്ല കേട്ടോ. ഇങ്ങനെ നട്ടിട്ട് അതിലേക്ക് വളം ഇങ്ങനെ ഇട്ട് കൊടുക്കണമെന്നോ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാനിങ്ങനെ നടും, അതിലുണ്ടാവുകയാണെങ്കിൽ എടുക്കും, ഇല്ലെങ്കിൽ അങ്ങോട്ട് പോട്ടെ വയ്ക്കും, അത്ര തന്നെ കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് അങ്ങോട്ട് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. നാളെ രാവിലെ നമുക്ക് നനയ്ക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയും ചെയ്യാം. അപ്പോൾ 2 നേരമൊക്കെ എല്ലാ ദിവസമൊന്നും ഞാൻ നനച്ചു കൊടുക്കാറില്ല. മറന്നാൽ രാവിലെ ചിലപ്പോൾ ഈ ഒരു ഓട്ടപ്പാച്ചിലിന് മറക്കും കേട്ടോ. വൈകിട്ട് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ വരും. എന്താ വെച്ചാൽ നമ്മൾ മുറ്റടിച്ചു വാരി തുടച്ച് വിളക്ക് വയ്ക്കുന്ന ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓർമ്മ വരും ഇതിലേക്കൊന്ന് നനയ്ക്കണമല്ലോ എന്നുള്ളത്. രാവിലെ പിന്നെ എണീക്കാനും ഒരു കഥയാണ് ഇപ്പോൾ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഷടയെ തന്നെ ചെയ്യണ കൊണ്ട് ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ഇവിടെയും കൂടെ അങ്ങോട്ട് അടിച്ച് വാരിയിടാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ കാണുമ്പോൾ അവിടെ അധികം മെന ഇല്ലാണ്ട് തോന്നില്ലെങ്കിലും വൃത്തികേട് ആവാണ്ട് കിടക്കുകയാണെന്ന് തോന്നും നമുക്കിങ്ങനെ നോക്കുമ്പോൾ. പക്ഷെ അവിടെയൊക്കെ കുഞ്ഞ് നമ്മുടെ മുരിങ്ങയുടെ ഇലയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് അടിച്ച് വാരി അങ്ങോട്ട് ഇടാൻ വിചാരിച്ചു. പിന്നെ ഞാൻ ആ കുടന്നുള്ള മണ്ണൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് അടിച്ച് വാരി അവിടെ അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് ഇനി നേരെ നമുക്ക് ഉമ്മർത്തേക്ക് ഇറങ്ങാം. അവിടെ നമുക്ക് കൊലായും മുറ്റമൊക്കെ അടിച്ച് വാരിയിട്ട് ഒന്ന് തുടച്ചിട്ടിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്നത്തെയും പരിപാടികൾ തന്നെയാണ് എന്നും. നമുക്കിപ്പോൾ പീരീഡ്സ് ആണെന്ന് വിചാരിച്ചിട്ടോ തലവേദന വരെയോ വിചാരിച്ചിട്ടോ ഒന്നും നമുക്കിത് മുടക്കാനോ മാറ്റാനൊന്നും വെച്ചാൽ അത്രയും വെയ്യെങ്കിലാണ് നമ്മൾ ചെയ്യാണ്ടിരിക്കുള്ളൂ. എനിക്ക് ഒന്നാമത് വയ്യാത്ത അന്നാണ് എനിക്കിതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ കേട്ടോ. എനിക്ക് പീരീഡ്സിൻ്റെ വേദന ആയാലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഒരു നട്ടപ്രാന്താണെങ്കിലും അല്ലാത്ത വയ്യായും കേടൊക്കെ ആണെങ്കിലും അധികം അപ്പോഴാണ് എനിക്ക് ഈ പറഞ്ഞ പോലെ പണിയെടുക്കൽ കുറച്ച് കൂടുതൽ. അല്ലാത്ത സമയത്തൊക്കെയാണ് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് തോന്നുക. ഇതാവുമ്പോൾ എനിക്ക് ഈ വേദനയൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ അധികം ദേഷ്യവും വേദനയും സങ്കടമൊക്കെ വരും. അപ്പോൾ അതിനേക്കാട്ടിലും നല്ലത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് വയ്യാതെ ആകുമ്പോൾ കൂടുതൽ ഇങ്ങനെയൊക്കെ പണി ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എനിക്കിഷ്ടം. ഇന്നലെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ആ ഒരു രാത്രിയിൽ ആ ഒരു ഇതിൽ എൻ്റെ അലമാര മൊത്തം ഞാൻ അങ്ങനെ അടിച്ച് പെറുക്കി എന്നൊക്കെയാണ് പറയണത്. ഒതുക്കി വെച്ച് മടക്കി വെച്ച് റെഡി ആക്കിയിട്ടാണ്. അപ്പോൾ ആ ഒരു സമയം അങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്കാണ് ഒന്ന് കിടന്നതെല്ലാം കഴിഞ്ഞിട്ട് രാവിലത്തെ ചായയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്കത്തൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒന്ന് കിടന്നു, 1 മണിക്കൂർ. അത് കഴിഞ്ഞിട്ട് പിന്നെ നീട്ടിട്ട് നമ്മൾ പിന്നെ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് കാര്യമായിട്ട് വലിയ വേദനയോ കാര്യങ്ങളോ പ്രയാസമോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ കവറൊക്കെ കയ്യിൽ കെട്ടിയിട്ട് ഇറങ്ങണം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുറ്റത്ത് അങ്ങനെ ഇങ്ങനെ കുഞ്ഞു പുല്ലുകളും മുളച്ചിട്ടുണ്ട്, ചെടികളും കേട്ടോ. അപ്പോൾ അത് ഇപ്പോൾ പറിച്ചിട്ടില്ലെങ്കിൽ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാടാവും. അല്ലെങ്കിൽ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കൈക്കോട്ടുകൊണ്ട് എടുക്കേണ്ട ഗതി ആയിട്ടുണ്ട് കേട്ടോ, വളർന്നിട്ട്. അപ്പോൾ ഈ കൈകൊണ്ട് പറിക്കാൻ പറ്റുന്നതൊക്കെ ഞാൻ അങ്ങോട്ട് പറിച്ചിട്ട് അങ്ങോട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കവറിടാണ്ട് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമല്ല. മുറ്റല്ലേ നമ്മൾ, അതുകൊണ്ട് എനിക്ക് എന്തോ ചടപ്പാണ്. അപ്പോൾ ഞാൻ മുറ്റത്തുണ്ട് എന്ത് കാര്യം ചെയ്യുകയാണെങ്കിലും മാക്സിമം ഇങ്ങനെ കവർ കെട്ടിയിട്ടാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ കവർ കെട്ടിയിട്ട് ആ പുല്ലൊക്കെ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കുകയാണേ. ഇവിടെയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വളരും പുല്ലൊക്കെ. അതിന് വേണ്ടിയിട്ട് ആ ചീര നിൽക്കണ നൃത്തം കണ്ടല്ലേ, അത് അങ്ങനെ നിൽക്കും. വേണ്ടാത്തതൊക്കെ അത് കണ്ടല്ലേ അങ്ങനെ മുളച്ച് വലിയ കാട് പോലെ ആവും. അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ അവസ്ഥ പോലെ തന്നെയാണ്. വേണ്ടാത്തതൊക്കെ വലുതായിട്ട് വരികയും ചെയ്യും, നല്ലതൊക്കെ അങ്ങനെ മുരടിച്ച് നിൽക്കുകയും ചെയ്യും. അതുപോലെയാണ് ഇതിൻ്റെ അവസ്ഥ കേട്ടോ. അവിടെയൊക്കെ നല്ലോണം പൊന്ത വന്നു, നല്ല ജന്തുക്കളും വന്നിരുന്നാൽ അറിയില്ലല്ലോ. അപ്പോൾ അത് കാരണം ഇവിടത്തേക്ക് ഉമ്മറത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് പറിച്ചിടാൻ നമുക്ക്. അപ്പുറം ഇപ്പുറമൊക്കെ ഉള്ളത് ഒരു കൈക്കോട്ട് സെറ്റ് ചെയ്താൽ, നമ്മുടെ വീട്ടിൽ കൈക്കോട്ടില്ല കേട്ടോ, നമ്മൾ അപ്പുറത്തുനിന്നോ അല്ലെങ്കിൽ ഇപ്പുറത്തുനിന്നൊക്കെയാണ് മേടിക്കുക. അപ്പോൾ അങ്ങനെ കണ്ണൻകുട്ടിയോട് കൊണ്ടുവച്ചിട്ട് ഇനി നാളെ അവനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് സെറ്റ് ചെയ്തിട്ടൊന്ന് പോയാൽ മതി എന്ന് കളിക്കാൻ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞതാണ്. അത് മറന്നു തോന്നുന്നു, ഞാനും മറന്നു. അതുകൊണ്ട് ഇന്നിപ്പോൾ ഈ പണി എനിക്കായി കേട്ടോ. അപ്പോൾ അതൊക്കെ അവിടുന്ന് വലിച്ച് പറിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാടാട്ടോ, നല്ലോണം ഉറപ്പുണ്ട്. എന്തായാലും പറ്റണ പോലെയൊക്കെ ഞാൻ പറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ അങ്ങോട്ട് വിളിച്ചായി. ഇപ്പം ഞാൻ നിൽക്കണ അപ്പുറത്ത് കണ്ടല്ലേ നമ്മൾ ഓലക്കൊടിയൊക്കെ കുത്തിയിടുന്ന ഭാഗത്ത്, അവിടെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ടൊക്കെ. പച്ചപ്പ് ഇങ്ങോട്ട് തുറ്റിയിട്ടുണ്ട്. പക്ഷെ കുറച്ചിങ്ങോട്ട് കഴിഞ്ഞിട്ട് ഈ പിള്ളേരുടെ സ്കൂളൊക്കെ ഒരു ജൂൺ മാസം ജൂലൈ മാസമൊക്കെ ആകുമ്പോഴേക്കും എന്താവുക വെച്ചാൽ കാട് പോലെയാവും കേട്ടോ. അപ്പോൾ ഇപ്പോഴേ ഇങ്ങനെ കുറേശ്ശെ അങ്ങോട്ട് പറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ പണി ഉണ്ടാവില്ല. പിന്നെ നമുക്ക് ആ മെഷീനൊക്കെ കൊടുന്നിട്ട് അങ്ങനെ വെച്ച് ഒക്കെ ശരിയാക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുത്തിയിരുന്നിട്ട് എല്ലാം പറിച്ച് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ സൈക്കിളിൻ്റെ ഇപ്പുറത്തിരിക്കുന്നതും നമുക്ക് കൈകൊണ്ട് പറിക്കാൻ പറ്റാത്ത അത്ര വളർന്നിട്ടുണ്ട്. അതും നമുക്ക് കൈക്കോട്ടാണെങ്കിൽ ഒരൊറ്റ കുരലിന് ഇങ്ങോട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ നാളെ നമുക്ക് സെറ്റ് ചെയ്യാം. ഇവിടെ ഉള്ളതൊക്കെ ഞാൻ ഇങ്ങോട്ട് പറിച്ചിട്ട് ഇതാ ഇത്രയും പുല്ല് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെയ്യുന്നത് അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഭാരം കൂടിയിട്ട് അങ്ങനെ നിൽക്കില്ല. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് റെഡിയാക്കി കഴിഞ്ഞിട്ട് ഇനി ബാക്കി നമുക്ക് കൈക്കോട്ട് കൊണ്ടുള്ള പണിയാണ്, അത് നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരുവിധം നമ്മുടെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് പോവുകയും ചെയ്യും, വൃത്തികേടാവാണ്ട് റെഡിയായി കിടക്കുകയും ചെയ്യും. നമ്മൾ വാടക വീടാണ്, നമ്മളെ വീടല്ല എന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങൾ എപ്പോഴായാലും നമ്മൾ വൃത്തിയായിട്ടിരിക്കണം കേട്ടോ.
എന്നോടെല്ലാവരും ചോദിക്കാറുണ്ട്, എല്ലാവരും ഒന്നല്ല, ഇങ്ങനെ നമ്മൾ വാടക വീടല്ലേ, ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് നമ്മളിപ്പോൾ അത് ചെയ്തിട്ട് ഇത് ചെയ്തിട്ട് എന്നൊക്കെ ചോദിക്കും. പക്ഷേ നമ്മുടെ വീടാണെങ്കിലും ആരുടെ വീടാണെങ്കിലും നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വൃത്തിയായിട്ടില്ലെങ്കിൽ വല്ല പാമ്പോ ചേരയോ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ആയി പോയാലും അതും നമുക്ക് തന്നെയല്ലേ വരിക. പിന്നെ ആ ചുറ്റുപാട് നമ്മൾ നിൽക്കുന്ന ചുറ്റുഭാഗം എപ്പോഴും വൃത്തിയായിട്ടിരിക്കുന്നത് നമ്മുടെയും കൂടെ ഒരു എന്താ പറയുക, ഒരു ഐശ്വര്യ, വീടിൻ്റെ ഒരു ഐശ്വര്യ പറയില്ലേ, അതുപോലെയാണ്. അപ്പോൾ മാക്സിമം ഞാനായാലും പിള്ളേരാണെങ്കിലും ചുറ്റുഭാഗമൊക്കെ വൃത്തിയാക്കുക. അപ്പോൾ പൂജട്ടിയും കണ്ണൻകുട്ടിയും നിന്നിട്ടാണ് ബാക്കിലെ ആ ഭാഗം മൊത്തം വന്ന് വൃത്തിയാക്കിയത്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിങ്ങനെ നമുക്കിങ്ങനെ വൃത്തിയായി കിടക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ പുറത്തൊക്കെ പോയി വന്നിട്ട് നമ്മുടെ മുറ്റവും പരിസരമൊക്കെ ഒന്ന് നോക്കുമ്പോൾ കുഴപ്പമില്ല. ചില ദിവസങ്ങൾ തോന്നും അയ്യോ ഇങ്ങനെ കിടക്കണമെന്ന് നമുക്ക് തോന്നുമ്പോൾ പിന്നെ വരുന്ന കാണുന്നവർക്ക് എന്താ തോന്നുക, അങ്ങനെ ചിന്തിക്കും ഞാൻ കേട്ടോ. അപ്പോൾ എന്താ നമ്മളതൊക്കെ പറിച്ച് വൃത്തിയാക്കി പച്ചണ പോലെയൊക്കെ അങ്ങോട്ട് അടിച്ച് വാരി ഒതുക്കി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നാളെ കൈക്കോട്ടുകൊണ്ട് സെറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൺപണിയൊക്കെ എടുക്കാൻ, മൺപണി എടുക്കില്ലേ, ഈ മണ്ണൊക്കെ കുഴച്ച് നമ്മുടെ മുറ്റമൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തിണ്ടൊക്കെ കെട്ടി അങ്ങനെയൊക്കെ ഉള്ളൊരു കാലം ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നും എവിടെയും കാണാനില്ല. ആ സമയത്തൊക്കെ ഇപ്പോൾ പറഞ്ഞ പോലെ അച്ഛയും അമ്മയൊക്കെ നമ്മുടെ മുറ്റം വലിയ മുറ്റമായിരുന്നു കേട്ടോ, വീട്ടിലേട്ടോ. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ചുറ്റുപുറം ഇങ്ങനെ തിണ്ട് കെട്ടും, ഇങ്ങനെ മണ്ണുകൊണ്ട് തിണ്ട് കെട്ടി കൊണ്ടുവന്ന് അവിടെയൊക്കെ മണ്ണൊക്കെ തേച്ച് ചാണകമൊക്കെ മെഴുകിയിട്ട് മുറ്റമൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുറ്റത്ത് കിടന്നുറങ്ങാം, മുറ്റത്തിരുന്ന് ഫുഡ് കഴിക്കുക, അത്രയും വൃത്തിയാവും. മുറ്റത്തൊരു അടുപ്പും കൂട്ടും പുറത്ത്. അപ്പോൾ എനിക്കിങ്ങനെ നല്ല ഇഷ്ടമാട്ടോ അങ്ങനെയൊക്കെ ഈ മുറ്റത്ത് മമ്മണിയൊക്കെ കഴിഞ്ഞ് ചാണകമൊക്കെ മെഴുകി പുറത്ത് അടുപ്പ് കൂട്ടാന്ന് പറഞ്ഞാൽ നല്ല ഇഷ്ടമാണ് എനിക്ക്. പക്ഷേ ഇവിടെ അതിനുള്ളൊക്കെ ഒരു സ്പേസ് ഇല്ല. ഞാൻ ഇപ്പുറത്തും ഇപ്പുറത്തും ഒന്നും സ്ഥലമല്ല. ഈ ഒരു വീട് ഇങ്ങനെ കൊടുന്ന് വെച്ചിരിക്കുന്ന പോലെ. അത് കാരണം നമുക്ക് ഈ രണ്ട് സൈഡിൽ കൂടെ അപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അകത്ത് കൂടെ വേണം അപ്പുറത്തേക്ക് കിടക്കാൻ വേണ്ടിയിട്ട്. ഇപ്പുറത്ത് കിണറുമാണ്, ഇപ്പുറത്ത് ഒരു ബാത്റൂം ഉണ്ടാവുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. അപ്പോൾ അത് കാരണം നമുക്ക് സ്ഥലമില്ല അങ്ങനെ പുറത്ത് അടുപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ എപ്പോഴും വിചാരിക്കും വൃശ്ചിക മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പുറത്തൊക്കെ അടുപ്പ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സുഖമാണ് നമുക്ക് കത്തിക്കാൻ വേണ്ടിയിട്ടൊക്കെ എന്നൊക്കെ കേട്ടോ. അപ്പോൾ എനിക്ക് മുറ്റത്ത് എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ മുറ്റം പണിയെടുക്കണ ഓർമ്മയൊക്കെ വരും കേട്ടോ. ഈ പുല്ലൊക്കെ പറിക്കുമ്പോൾ ഒരു മണ്ണിൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ മഴയൊക്കെ പെയ്തിട്ട്, അങ്ങനെയൊക്കെ. അപ്പോൾ അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് എവിടെ അധികമൊന്നും കാണാനില്ല, എന്നാലും ഉള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, ഇല്ല എന്നുള്ളതല്ല. പക്ഷെ ആരും ഇപ്പോൾ അങ്ങനെ പുറത്ത് അടുപ്പത്ത് ചൂടത്തിരുന്ന് വെയിലത്തിരുന്നിട്ടൊന്നും ഉണ്ടാക്കാൻ മെനക്കെടാത്ത ആൾക്കാരാണ് മിക്കതും, ഞാൻ സഹിതം. നമുക്ക് പെട്ടെന്ന് ഗ്യാസിൽ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേഗം കാര്യം നോക്കി കാര്യം കഴിഞ്ഞ് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുക. പക്ഷെ അതൊക്കെ ഒരു പ്രത്യേക ഒരു ഫീലാണ്. ആ ഒരു കാലഘട്ടം, ആ ഒരു ഓർമ്മയും ആ ഒരു ധനുമാസത്തിലെ ആ ഒരു കാറ്റും ഒക്കെ നല്ല രസമാണ് അല്ലേ. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് എൻ്റെ ആ മുറ്റടിച്ചോറിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഒന്ന് കുളി പാസ്സാക്കി. എന്നിട്ട് നേരെ നമ്മുടെ ചക്കരക്കിഴങ്ങ് ഊറ്റി വെച്ചിട്ട് ഒരു കട്ടൻ ചായയും കൂടെ ഉണ്ടാക്കി വെച്ചു കേട്ടോ. ഇനി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കാം. ഞാൻ പറഞ്ഞ ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കോമ്പിനേഷൻ കഴിക്കുന്നത്, അതുകൊണ്ട് എങ്ങനെയാവും എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം നമുക്ക് വൈകുന്നേരത്തെ സ്നാക്സ് ആണ് കേട്ടോ. സ്നാക്സ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയിട്ടല്ല, ചക്കരക്കിഴങ്ങ് കുറച്ച് ദിവസം മുന്നേ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നമ്മൾ ഷോർട്സിൽ കാണിച്ചു, വീഡിയോയിൽ കാണിച്ചു, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഇങ്ങനെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് കേട്ടോ, അങ്ങനെ ചക്കരക്കിഴങ്ങും ചിക്കൻ കറിയും കൂടെ കോമ്പിനേഷൻ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. ഇങ്ങനെ നല്ല വെന്തുടഞ്ഞ ചക്കരക്കിഴങ്ങ് കേട്ടോ. ഇത് ചൂടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ട് ഇങ്ങനെ ഉടച്ച് വെച്ചിട്ട് അങ്ങനെ വെച്ചിരുന്നായിരുന്നു. അല്ലെങ്കിൽ തൊടാൻ വയ്ക്കില്ല, അത്രയും ചൂടായിരുന്നു കേട്ടോ. കണ്ടോ, നല്ല പൊടി തന്നെ, നല്ല ചക്കരക്കിഴങ്ങ് സൂപ്പറാട്ടോ. ചിക്കൻ കറിയിൽ മുക്കിയിട്ടും വെച്ച് നോക്കുമ്പോൾ ഓക്കെ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് ഒന്നുകൂടെ ഇഷ്ടം തൈരും മുളകും ഉള്ളിയും കൂടെ ചതച്ച സംഭവമല്ലേ, ചമ്മന്തിയാണ് കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമായിട്ടൊന്നുമില്ല, പക്ഷെ കുഴപ്പമില്ല, അത്ര തന്നെ. അങ്ങനെ വാന്ന് പറയാനുള്ള ടേസ്റ്റ് എനിക്ക് തോന്നിയില്ല. എനിക്ക് ചമ്മന്തിയും തൈര് കുറച്ചതോ അല്ലെങ്കിൽ ചീരമുളകും ഉള്ളിയും ചമ്മന്തിയാണ് ഒന്നും കൂടെ ഇഷ്ടമായത്. അഗെയിനല്ല കേട്ടോ, കുഴപ്പമില്ല. ഇത് വേറൊരു ടേസ്റ്റ്, അതൊരു ഗംഭീര ടേസ്റ്റ്. കുഴപ്പമില്ല, അടിപൊളി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞൊരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. കഴിക്കട്ടെ. ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടാറ്റ ബൈ, സീ യു.